Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി എം.കോം തേർഡ് സെമസ്റ്ററിലെ നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് അഡ്വാൻസ്ഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായും പ്രതീക്ഷിക്കുന്ന എസ് ഐ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി എം.കോം എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് വരിക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. തേർഡ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഫോർത്തിൻ്റെ ക്ലാസ്സസ് ആരംഭിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുമ്പോൾ ആദ്യം പറയാനുള്ളത്, ഒരുപാട് പേര് വീഡിയോ വേഗം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. പേഴ്സണലായിട്ടടക്കം ഒരുപാട് കോൾസും വരുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമ്മുടെ ഇത്. നമ്മൾ ഫുൾ ടൈം യൂട്യൂബ് മാത്രമല്ലല്ലോ. അപ്പോൾ എൻ്റെ ക്ലാസ്സസ് കഴിഞ്ഞിട്ടുള്ള ടൈമിലാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ ക്ലാസ്സസ് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിലോട്ട് വരണം. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഡിലേ വരുന്നത് കേട്ടോ. എന്നാലും ഞാൻ പരമാവധി വേഗം വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാംസിൻ്റെയും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. പാർട്ട് ബിയിൽ 10 ചോദ്യങ്ങളിൽ 3 പ്രോബ്ലംസും 7 തിയറി ചോദ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പ്രോബ്ലംസ് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം ഏറ്റവും കൂടുതൽ മാർജിനൽ കോസ്റ്റിങ്ങിൽ നിന്ന്. സോ മാർജിനൽ കോസ്റ്റിങ്ങിൽ നിന്ന് ചിലപ്പോൾ 2 പ്രോബ്ലം വരെ വരാം. അതിലിപ്പോൾ BP സെയിൽസ് കണ്ടുപിടിക്കുക, മാർജിൻ ഓഫ് സേഫ്റ്റി, സെയിൽസ് റിക്വയർഡ് ടു എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് അല്ല ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാൽക്കുലേഷൻ, PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. ഞാനത് എഴുതുന്നില്ല ഓരോന്ന്. മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ആ സിമ്പിൾ ടൈപ്പ് പ്രോബ്ലംസ്, BP സെയിൽസ്, PV റേഷ്യോ, മാർജിൻ ഓഫ് സേഫ്റ്റി, സെയിൽസ് റിക്വയർഡ് ഓൺ എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ്, ഒരു പെർട്ടിക്കുലർ ഇങ്ങനത്തെ കാൽക്കുലേഷൻസ് വെച്ചിട്ട് ചിലപ്പോൾ 1-2 പ്രോബ്ലംസ് വരാം. ഇതാണ് ആദ്യത്തെ കമ്പൽസറി ടോപ്പിക് എന്ന് പറയുന്നത്. എന്തായാലും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു പോയിക്കോ. പ്രോബ്ലത്തിൽ നിന്ന് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടും. ഓക്കെ, പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത അറിയാമോ, ഫുൾ മാർക്കാണ് കിട്ടുക, അതും സിമ്പിളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൊണ്ട്. ഇനി ഇതിൽ നിന്ന് തിയറി കമ്പൽസറി ഒരു 3-4 ടോപ്പിക്കുകളുണ്ട്. അതിൽ നിന്ന് ചിലപ്പോൾ 1-2 തിയറി ചോദ്യങ്ങൾ വരെ വരാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്ക് ആദ്യത്തെയാണ് മാർജിനൽ കോസ്റ്റിംഗ്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന തിയറി ചോദ്യങ്ങളാണെങ്കിൽ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്, നിർബന്ധമായി നോക്കി വയ്ക്കണം. അതുപോലെ തന്നെ അസംഷൻസ് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ, ദെൻ ഈ 3-4 ടോപ്പിക്കാണല്ലോ, അതിൽ നിന്ന് ഒരെണ്ണം ഇടും. ദെൻ ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിലേതെങ്കിലും ലിമിറ്റേഷൻസ്, അസംഷൻസ്, ഫീച്ചേഴ്സ് ഇതിലേതെങ്കിലും ഒരെണ്ണം ഷുവറാണ്. പിന്നെയുള്ളത് മാർജിനൽ കോസ്റ്റിങ്ങും അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. മാർജിനൽ കോസ്റ്റിംഗ് വേഴ്സസ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, അതിനും ചിലപ്പോൾ വരാമെന്ന് മാത്രം. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ 20 മാർക്കിൻ്റെ ചോദ്യം ഉണ്ട്. ചിലപ്പോൾ മാർജിനൽ കോസ്റ്റിംഗിൽ നിന്ന് 2 പ്രോബ്ലവും 2 തിയറി ഇതിൽ നിന്ന് തന്നെ ഇടും. എന്തായാലും മിനിമം 3 എണ്ണം കിട്ടും, പ്രോബ്ലവും തിയറി അടക്കം. ഇനി നെക്സ്റ്റ് പറയാനുള്ളത്, മാർജിനൽ കോസ്റ്റിങ്ങിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ചിലപ്പോൾ ആപ്ലിക്കേഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം അങ്ങനെയും ചോദിക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മേക്ക് ഓർ ബൈ ഡിസിഷൻ എന്താണ്? ബൈ ഡിസിഷൻ മാർജിനൽ കോസ്റ്റിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻസിലെ ബൈ ഡിസിഷൻ, അപ്പോൾ അതിനെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ അത് ജസ്റ്റ് ആ കൺസെപ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ദെൻ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, PV റേഷ്യോയുടെ യൂസസ്, അതൊന്ന് നോക്കിയോളൂ. ഇപ്പോൾ 2 മാർക്കിനും വരാം, 5 മാർക്കിനും. യൂസസ് ഓഫ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ അല്ലെങ്കിൽ PV റേഷ്യോ, അതൊന്ന് നോക്കിയോളൂ കേട്ടോ. ഇതാണ് ആദ്യത്തേൽ പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ നിന്ന് ഒരു പ്രോബ്ലം നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. അത് മെറ്റീരിയൽ ആവാം, ലേബർ ആവാം, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൽ നിന്നാണ് വരിക. കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഞാൻ മെറ്റീരിയലാണ്.
മെറ്റീരിയലിലെ വാരിയൻസസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിലിപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസസോ പ്രൈസ് അങ്ങനെ വാരിയൻസസിൽ ഏതെങ്കിലും 1-2 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം. മെറ്റീരിയലിനും ലേബറിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഓക്കെ, മെറ്റീരിയലോ ലേബറാണ് ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രോബ്ലത്തിൽ അതാണ്. ഇനി നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ ബേസിക് തിയറി ഉണ്ട്. അത് നീഡ് ചിലപ്പോൾ 2 മാർക്കിനാവാൻ വരാം. അതുപോലെ തന്നെ പ്രോസസ്സ് അതൊന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക. ചിലപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം ഇടാം. ഇതാണ് അവിടെ പറയാനുള്ള. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ഒരൊറ്റ തിയറി ലേബറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ലാസ്റ്റ് നോക്കിയാലും മതി. പ്രൊസീജിയേഴ്സ് ഓഫ് സെറ്റിംഗ് ജസ്റ്റ് ഒന്ന് നോക്കി പോവാ. സെറ്റിംഗ് ലേബർ ടൈം സ്റ്റാൻഡേർഡ്സ് ലാസ്റ്റ് നോക്കിയാലും മതി കേട്ടോ. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ അല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ടൈമിൻ്റെ ബേസിൽ നോക്കാം. ഓക്കെ, അപ്പോൾ അതാണ് മറ്റൊരു സജഷൻ. ഇനി നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ ആണ് ABC. ഞാൻ ഇപ്രാവശ്യം ABCയിൽ നിന്ന് ചിലപ്പോൾ SAക്ക് അടക്കം സ്കോപ്പ് ഉണ്ട്. ഞാൻ പറഞ്ഞു തിയറി, അതല്ലെങ്കിൽ 5 മാർക്ക് ആവാം. സോ ABC ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അഡ്വാൻറ്റേജസ് ആൻഡ് ഇതിലേതെങ്കിലും ഒരെണ്ണം ഡിസ്അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇതിലേതെങ്കിലും ഫീച്ചറോ അല്ലെങ്കിൽ അഡ്വാൻറ്റേജസോ ഡിസഡ്വാൻറ്റേജസോ എഴുതാൻ വേണ്ടിയിട്ട് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ ഒരെണ്ണം എക്സ്പെക്ട് ചെയ്യാം. പിന്നെയുള്ളത് ABCയും ട്രഡീഷണൽ കോസ്റ്റിംഗ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ABC വേഴ്സസ് ട്രഡീഷണൽ കോസ്റ്റിംഗ് മെത്തേഡ്. ഇനി ഇതിൽ പ്രോബ്ലം ഉണ്ട്. ABCയുടെ വരുന്ന പ്രോബ്ലം അത് ഞാൻ കൂടുതൽ SAക്കാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം എന്തായാലും അതിൽ പഠിക്കുക. ഇനിയിപ്പോൾ അത് എടുത്ത് 5 മാർക്കിൻ്റെയിലേക്കും കൂടി ഇടുമെന്നുള്ളത് അറിയില്ല. കൂടുതൽ SAക്കാണ് പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതാണ് മറ്റൊരു സജഷൻ. ഇനി നെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രൈസിങ് ആണ്. ട്രാൻസ്ഫർ പ്രൈസിങ് എന്താണ്, അതുപോലെ തന്നെ അതിൽ ട്രാൻസ്ഫർ പ്രൈസിങ്ങിൻ്റെ ബേസിക് തിയറി ഇല്ലേ. ഇപ്പോൾ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ട്രാൻസ്ഫർ പ്രൈസിങ് അതൊന്ന് നോക്കി വയ്ക്കുക. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ട്രാൻസ്ഫർ പ്രൈസിങ് അത് വരണം. പിന്നെ ഇതിൽ SA ടോപ്പിക്കാണ് വരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മെത്തേഡ്സ് ട്രാൻസ്ഫർ പ്രൈസിങ്ങിൻ്റെ ചിലപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് എടുത്തിട്ട് നമുക്ക് 5 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് വേണമെങ്കിൽ ഇടാം. ഇപ്പോൾ അതിൽ 5 മാർക്കിന് സ്കോപ്പ് ഉള്ളവരെന്നാണ്. ഇപ്പോൾ നെഗോഷിയേറ്റഡ് മെത്തേഡ് ഉണ്ടവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ വേണമെങ്കിൽ ഒരെണ്ണം എടുത്ത് ചോദിക്കാം. അപ്പോൾ SAക്കുള്ള സ്കോപ്പ് ആണ് മെയിനായിട്ട് അവിടെ വരുന്നത്. ഒരു 5-6 മെത്തേഡ് ഉണ്ട്. ചിലപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് എടുത്തിട്ട് വേണമെങ്കിൽ 5 മാർക്സിനും ചോദിക്കാം. ഏതാണെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ജസ്റ്റ് ഞാൻ ഒരെണ്ണം സജസ്റ്റ് ചെയ്തു മാത്രം. ഓക്കെ, അതാണ് മറ്റൊരു കാര്യം. ഇപ്പോൾ കോസ്റ്റ് പ്ലസ് ഉണ്ട് അല്ലേ, പലതും ഉണ്ട്, നോക്കാം. ഇനി നെക്സ്റ്റ് വരുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്. എക്സ്പെക്ട് ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. സ്റ്റാൻഡേർഡ്സ് അത് നോക്കി വയ്ക്കുക. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇമ്പോർട്ടൻസ് ഉണ്ട് അതിൻ്റെ, അതൊക്കെ ഒന്ന് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ അത് കുറച്ച് അധികമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു ഏരിയ എന്തെങ്കിലും നോക്കി പോകാനേ പറയുള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് SAക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക്കാണ് EPM. EPMൻ്റെ സിഗ്നിഫിക്കൻസും ആപ്ലിക്കേഷൻസും ഒന്ന് നോക്കിക്കോളൂ. ഇപ്പോൾ വീണ്ടും ഇടുമെന്നുള്ള അറിയില്ല. സിഗ്നിഫിക്കൻസ് അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ്. ഇത് SAക്ക് ഞാൻ ഇതിൻ്റെ ചലഞ്ചസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം. EPM അതിൻ്റെ ചലഞ്ചസ് SAക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന 2 ടോപ്പിക്കുകളും കൂടിയാണ്. ഇത് വലിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടോപ്പിക് ഉണ്ട്. നമ്മളെന്തായാലും ഇത്ര കാര്യങ്ങൾ 10 ചോദ്യങ്ങൾ നമുക്ക് വരുമല്ലോ, അതിൽ 6 ആൻസർ കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് എന്തായാലും കിട്ടും. നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നൊരു ടോപ്പിക്കാണ് ആപ്ലിക്കേഷൻസ് ഓഫ് സ്ട്രാറ്റജിക് മാപ്പ്. സ്ട്രാറ്റജി ഇതൊക്കെ ലാസ്റ്റ് ടൈമിൻ്റെ ബേസിൽ നോക്കിയാൽ മതി കേട്ടോ, റിപ്പീറ്റ് ചോദ്യമല്ല. സ്ട്രാറ്റജിക്
മാപ്പ് ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ്. ഓക്കെ, റിപ്പീറ്റ് അല്ല, നിങ്ങൾ ടൈമിൻ്റെ ബേസിൽ നോക്കാം. ലാസ്റ്റ് ഒരു സജഷൻ കൂടി നൽകുന്നത് ബെഞ്ച് മാർക്കിംഗ് ആണ്. ബെഞ്ച് മാർക്കിംഗ് ടെക്നിക്സ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം. ബെഞ്ച് മാർക്കിംഗ് ടെക്നിക്സ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 5 മാർക്സിൻ്റെ പ്രതീക്ഷിക്കുന്നത്. വലിയൊരു ടോപ്പിക്കാണ്, ഒരുപാട് സ്കോപ്പുള്ള ഏരിയാസ് ഉണ്ട്. നമ്മളെന്നാലും ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുടെ സജഷൻസ് നൽകിയെന്ന് മാത്രം. ഇതിലെന്തെങ്കിലും ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് മാർജിനൽ കോസ്റ്റിംഗ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് നോക്കുക. മാർജിനൽ കോസ്റ്റിംഗ് എന്താണ്, അതിൻ്റെ പ്രോബ്ലംസ് പ്രതീക്ഷിക്കുന്നു, പിന്നെ ലിമിറ്റേഷൻസ്, അസംഷൻസ്, ഫീച്ചേഴ്സ്, അതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ അബ്സോർപ്ഷൻ, ഇതിലേതെങ്കിലും 2 പ്രോബ്ലംസ് ചിലപ്പോൾ, അതുപോലെ തന്നെ ഒരു തിയറി എന്തായാലും ഉണ്ടാവും. പിന്നെ പ്രോഫിറ്റ് പ്ലാനിങ്ങിന് അല്ല, ഈ പറയുന്ന ആപ്ലിക്കേഷൻസ് മാർജിനൽ കോസ്റ്റിംഗിൽ അതിലേതെങ്കിലും ഒരെണ്ണം ഇടാം. മേക്ക് ഓർ ബൈ ഡിസിഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറിയോ. പിന്നെ PV റേഷ്യോയുടെ യൂസസ് നോക്കി വയ്ക്കുക. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ ബേസിക് തിയറി ചിലപ്പോൾ ചോദിക്കാം. നീഡ്, പ്രോസസ്സ്, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രോബ്ലം, മെറ്റീരിയൽ, ലേബറാണ് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. മാറ്റി പിടിക്കുമെന്നുള്ള അറിയില്ല. പിന്നെ പ്രൊസീജിയർ ഫോർ സെറ്റിംഗ് ലേബർ ടൈം സ്റ്റാൻഡേർഡ്സ് നോക്കാം. ABCനെ റിലേറ്റ് ചെയ്തുള്ള തിയറി എന്തായാലും ഉണ്ടാവും. ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ABC ഓർ ട്രഡീഷണൽ കോസ്റ്റിംഗ്. പ്രോബ്ലം കൂടുതൽ SAക്കാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ ട്രാൻസ്ഫർ പ്രൈസിങ്ങിൻ്റെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് തിയറി നോക്കുക. മെത്തേഡുകളിൽ ഏതെങ്കിലും ഒരെണ്ണം അങ്ങനെ ഇടാം. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് തിയറി നോക്കുക. EPMൻ്റെ സിഗ്നിഫിക്കൻസോ ആപ്ലിക്കേഷൻസോ 5 മാർക്കിന് ഇടാൻ സ്കോപ്പുകളാണ്. പിന്നെ സ്ട്രാറ്റജിക് മാപ്പും ബെഞ്ച് മാർക്കിംഗ് ടെക്നിക്സും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ SAക്ക് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. ഇതിൽ നിന്ന് എന്തായാലും 6 കിട്ടും. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിൻ്റെ സജഷൻസുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.